ഹായ് ഓൾ. അപ്പോൾ ഇത് കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം എടുത്തൊരു വ്ളോഗാണ് കേട്ടോ. ഉച്ച കഴിയുന്നോടെ വരെ നല്ല വെയിലായിരുന്നു കേട്ടോ. ഞങ്ങൾ ഈ പോകുന്ന സമയത്ത് നല്ല വെയിലാണ്. പെരുമറ്റമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് തൂളാൻ തുടങ്ങി. ഇപ്പം നമ്മൾ പോകുന്നത് നിവാങ്കുഞ്ഞിനൊരു സ്കൂൾ ഷൂ എടുക്കാൻ വേണ്ടിയിട്ടാണ്. തൊടുപുഴ എത്തിയപ്പോൾ നല്ല മഴയായിട്ടുണ്ടായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഡേ സ്കൂൾ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരുന്നു കേട്ടോ. നിവാങ്കുഞ്ഞ് ചെന്നതേ ഒരു ട്രോളി എടുത്തു കേട്ടോ. അതിനകത്തേക്ക് അവന് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളെല്ലാം പിറക്കിയിട്ട് ഞങ്ങൾ ബില്ലിങ്ങിൽ ചെല്ലുമ്പോൾ അത് എടുത്ത് മാറ്റും കേട്ടോ. അപ്പോൾ ദാ ഞാനൊരു ടീഷർട്ട് നോക്കുവാണേ. ഈ ഒരു ടീഷർട്ടിൻ്റെ റേറ്റ് 159 രൂപയാണ് കേട്ടോ. നല്ല കോട്ടൻ്റെ മെറ്റീരിയലാണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് കേട്ടോ. ഞാനത് എടുത്തില്ല. പിന്നെ ചെരുപ്പിൻ്റെയൊക്കെ സെക്ഷനിലേക്ക് വന്നു, ഒന്നും എടുത്തില്ല കേട്ടോ. എല്ലാം ചുമ്മാ ഇങ്ങനെ നോക്കുന്നേ ഉള്ളൂ. ദാ ഇതിന് 299 രൂപയാണ് ഒരു ചെരുപ്പിൻ്റെ റേറ്റ്. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. പിന്നെ കൃഷ്ണയ്ക്കൊരു ടീഷർട്ട് എടുത്തു, എനിക്കും ഒരു ടീഷർട്ട് എടുത്തു. നിവാങ്കുഞ്ഞിനൊരു സ്കൂളിൽ തുറക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് ഒരു ടീഷർട്ടും ഒരു ജീൻസും കൂടി എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പാത്രങ്ങളുടെയൊക്കെ സെക്ഷനിലേക്ക് വന്നേ. എനിക്കൊരു അരിപ്പ മേടിക്കണമായിരുന്നു, കുഞ്ഞിത് സ്റ്റീലിൻ്റെ ഒരു കുഞ്ഞ് അരിപ്പ മേടിക്കണമായിരുന്നു, അതെടുത്തു. പിന്നെ നിവാങ്കുഞ്ഞിതായി എനിക്കൊരു സോസ് പാനൊക്കെ എടുത്തു തരുന്നുണ്ട് കേട്ടോ. നിവാങ്കുഞ്ഞ് ഓടി നടന്നൊരു സ്പ്രേ ബോട്ടിലും സോസ് പാനൊക്കെ എടുത്തിട്ട് അവൻ്റെ ട്രോളിക്കകത്തേക്ക് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നിവാങ്കുഞ്ഞ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടുവച്ചിരുന്ന ആ ഒരു ആനക്കുട്ടിയുടെ പ്ലേറ്റും കൂടി എടുത്തിട്ടുണ്ടായിരുന്നേ. പിന്നെ നേരെ വന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ. ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ച് തിരിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്. അപ്പോൾ നമ്മൾ പോയിട്ട് ഇതൊക്കെയാണ് കേട്ടോ വാങ്ങിച്ചത്. മെയിനായിട്ട് നിവാങ്കുഞ്ഞിന് ഈ ഒരു പ്ലേറ്റ് വാങ്ങിക്കാനാണ് കേട്ടോ ഞാൻ പോയത്. സത്യം പറഞ്ഞാൽ ഷൂ വാങ്ങിയില്ല, ഇനി വേണം ഷൂ വാങ്ങാനായിട്ട്. അപ്പോൾ ഒരു പാസ്തയുടെ സോസ് എടുത്തിട്ടുണ്ടായിരുന്നു, കുഞ്ഞരിപ്പ മേടിച്ചു, പിന്നെ ഒരു കിച്ചൺ ടവൽ മേടിച്ചു. പിന്നെ നമ്മുടെ ലോഷൻസ് ഒക്കെ തീർന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ 115 രൂപയ്ക്ക് ആ ഒരു ലോഷൻ്റെ കോംബോ ഓഫറിൽ കിടന്നിരുന്നതാണ്, അത് വാങ്ങിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പോഹ വാങ്ങിച്ചു. പോഹ നിവാങ്കുഞ്ഞിന് ഞങ്ങൾക്ക് 3 പേർക്ക് ഒത്തിരി ഇഷ്ടമാണ്. അപ്പം പോഹയുടെ ഒരു പാക്കറ്റ് വാങ്ങിച്ചു. പോഹയിലിടാനായിട്ട് നിലക്കടല വാങ്ങിച്ചു. പിന്നെ എന്താണ്, അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു കേട്ടോ. ഷൂ വിശാലില്ലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ പിന്നീട് ഒരു ദിവസം പോകാമെന്ന് വിചാരിച്ചേ. പിന്നെ ഈ ഒരു ഞങ്ങളുടെ ഫേവറേറ്റ് പാസ്തയുടെ ഒരു ഓഫർ പാക്കറ്റും കൂടി എടുത്തു. ഞാനൊരു പെൻസിൽ ബോക്സ് വാങ്ങിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അടുത്ത വ്ളോഗിൽ വീണ്ടും കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.